കോട്ട കാക്കാൻ ഇനി കെ രാഗേഷ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ ഇന്ന് തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാഗേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ആദ്യത്തെ മലയാളിയാണ് കെ രാഗേഷ്. 2015 അദ്ദേഹം രാജ്യസഭാ അംഗമായി. ഓർക്കണം, അഖിലേന്ത്യാ കിസാൻ സഭയിൽ പ്രവർത്തിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച കർഷക സമരത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു കെ രാഗേഷ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹം ചുമതലയേറ്റു. പാർട്ടി സംഘടനാ രംഗത്തും ഒപ്പം പാർലമെന്ററി രംഗത്തും പ്രാവീണ്യമുള്ള വ്യക്തിയാണ് കെ രാഗേഷ്. കെ രാഗേഷ് പടിയിറങ്ങുമ്പോൾ ഏറ്റവും ഹൃദ്യമായ ഒരു യാത്രയയപ്പെഴുത്തിലൂടെ നൽകിയത് ദിവ്യ എസ് അയ്യരാണ്. കർണന് പോലും അസൂയ തോന്നുന്ന വിധം ആ KKR കവചം എന്ന തലക്കെട്ടോടു കൂടിയാണ് ദിവ്യ എസ് അയ്യരുടെ കുറിപ്പ്. ഇനി നമുക്കറിയേണ്ട കൗതുകം, കെ രാഗേഷിന്റെ കർമ്മമണ്ഡലം സ്വാഭാവികമായും ഇനി കണ്ണൂരായിരിക്കും. ആരായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ നിയമനമായിരിക്കുമോ എന്നുള്ളതാണ്. അമൽ തേനമറമ്പിൽ, തിരുവനന്തപുരത്ത് നിന്ന്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ചുമതല ജയരാജൻ ലഭിക്കുമ്പോൾ പകരം ആരാകും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കെ രാഗേഷിനെ മുഖ്യമന്ത്രി തന്നെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയാണ്. രാഗേഷ് ഇനിയിപ്പോൾ കണ്ണൂരേക്ക് പോകുന്നു. അപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ആരെത്തും എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ദിവ്യ എസ് അയ്യർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർണന് പോലും അസൂയ തോന്നുന്ന കവചമായിരുന്നു KKR എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു KKR മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, വിവാദങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പോലും ഓഫീസിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം സുതാര്യമാക്കി കൊണ്ടുപോകുന്നതിൽ ഒരു പങ്ക് കെ രാഗേഷിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനെയുള്ള കെ രാഗേഷാണ് ഓഫീസിൽ നിന്നും പോകുന്നത്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് പകരം ആരെത്തും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടി പോവുകയാണ് കേരള രാഷ്ട്രീയം. നിലവിൽ എന്തായാലും MV ജയരാജന്റെ പേര് കേന്ദ്രീകരിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. നിലവിൽ തലസ്ഥാനത്ത് അദ്ദേഹം ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുമോ ജയരാജൻ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ സർക്കാരുമായി, അല്ലെങ്കിൽ CPMുമായി അടുത്ത ബന്ധമുള്ള ചില റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥരുണ്ട്. അത്തരം ഉദ്യോഗസ്ഥരെ കൂടി ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ 1 വർഷം മാത്രമാണ് സർക്കാരിൽ അവശേഷിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലാവധിയിലേക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ടുവരണമോ എന്ന കാര്യത്തിലും ചില ആലോചനകൾ നടക്കുന്നു. എന്തായാലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണാൻ.